മാളുവിനെ ഞാൻ പറ്റിച്ച് ഞാൻ ഉറങ്ങിയ പോലെ കിടന്ന് അച്ഛാ മാളുവേ എന്നെ തൃപ്തിയായല്ലോ അച്ഛന്. വലിയ മണം തിരുമലയുടെ ഗണിക്കലും ഗുണിക്കലും മംഗല്യോഷം മണ്ണാൻ കട്ട അക്കരെ പുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഊണും ഉറക്കമൊക്കെ ഒന്നിച്ചാത്രേ. അകത്തോറെ പൊന്നിനെയും ബാക്കി ഇരിപ്പില്ലേ? ഒരുക്കിക്കോ. അറിഞ്ഞാണോ വളയും തളയും കുഞ്ഞിനെ 28 മതി. എല്ലാം ഞാൻ അറിഞ്ഞു. ദേവകി ചതിച്ച് കൂട്ടുവെക്കൊന്നും ഞാൻ കരുതിയില്ല. അവളെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. അതാ ആപത്തായത്. അമ്മായി എന്തിനാ പറയണേ? ഒക്കെ അച്ഛന്റെ പൊന്നുമോള് ചെയ്ത് കൂട്ടണതാ. കഴുത്തേ കിടക്കണ മംഗല്യച്ചരുടെ അവക്ക് മഹാലക്ഷ്മി അത്രേ. ഒക്കത്തിനും കാരണക്കാരച്ച നമ്പൂരി. ചെന്ന് ചോദിക്കേ, വൈധവ്യം മോക്കാണോ അതോ അയാളെ കെട്ടിയോ കാണോന്ന്? എങ്ങോട്ടാ? നിന്റെ 16 അടിയന്തരത്തിന്. തിരുമേനി എന്താ പറഞ്ഞ്? എന്റെ മോളുടെ ജാതകത്തിൽ വൈധവ്യം ഉറപ്പാണ്. പക്കനാള് വരെയുള്ള ബന്ധം നിലനിൽക്കുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? തിരുമേനിയുടെ പ്രവചനം പഴച്ചോ? ഇല്ല വാര്യരെ, പിഴച്ചിട്ടില്ല. വൈധവ്യം ഉറപ്പാ. അതിരിക്കട്ടെ, വാര്യരെ മോളുടെ കല്യാണം നടത്തിയോ? അതങ്ങ് നടത്തി. പുരുഷജാതകവുമായി പൊരുത്തപ്പെടുത്തി തന്നെയാണോ നടത്തിയേ? അത് പിന്നെ അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. മുറയുള്ളത് തന്നെയാ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. എന്താ വാര്യരെ, വിധിയോട് തന്നെ വേണോ മത്സരം? വിധി മണ്ണാങ്കട്ട. പക്കനാള് കഴിഞ്ഞിട്ട് അവർ സൂചിച്ച് ജീവിക്കുന്നു. ഇപ്പൊ എവിടെ തിരുമേനിയുടെ ശാസ്ത്രവും വിധിയൊക്കെ? വാര്യര് പറയണത് കേട്ടാൽ ശാസ്ത്രം പിഴച്ചത് കൊണ്ടല്ല, മരുമകൻ ജീവിച്ചിരിക്കുന്നതിലാണ് ദുഃഖമെന്ന് തോന്നുന്നു. എന്നല്ല, നിങ്ങളെപ്പോലുള്ളവരുടെ ഗുണിക്കലും ഹരിക്കലും ഓർത്ത് പറഞ്ഞു പോയതാ. കുട്ടിയുടെ ഭർത്താവിന്റെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. രണ്ടു നീ തരൂ. ശാസ്ത്രവും ഗണിതവും ഒക്കെ സത്യമാ. എന്നാൽ എല്ലാറ്റിനും മീതെ മറ്റൊരു ശക്തിയുണ്ട് മുകളില്. തന്റെ മകളുടെ ജാതകത്തിലുള്ളതുപോലെ ചില ദോഷങ്ങൾ പുരുഷ ജാതകത്തിലും ഉണ്ട്. രണ്ട് ന്യൂനതകൾ ചേർന്നപ്പോ പരിഹാരമായി. അതാ ദൈവനിശ്ചയം എന്ന് പറയട്ടെ. വാര്യര് സമാധാനമായി പോയിക്കൊള്ളൂ. മോളുടെ ദോഷം മാറിയെന്ന് കരുതി സന്തോഷിക്കുക. അവരുടെ ആയുസിനു വേണ്ടി പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തുക. നല്ലതെന്ന് കരുതി ചെയ്തത് നാശത്തിലെത്തിയല്ലോ എന്റെ കാവിലമ്മേ. മാളുവിന്റെ മനസ്സ് മാറിയ സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ചന്ദ്രനിങ് എത്തും മുമ്പ് കെട്ടിവെച്ചത് മുറിച്ചകറ്റണം. വലിയ മഠം തിരുമേനി പറഞ്ഞ പോലെ നടക്കണം. രണ്ടാം കെട്ടേ അവൾക്ക് വാഴൂ. അത് പഴയ്ക്കാൻ പാടില്ല. നടക്കണം. നടന്നേ പറ്റൂ. അപ്പോ മാളുവിന് വേണ്ടി പറിച്ചതാ. കൈമണ്ണോട് ചോദിച്ചപ്പോ പറിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കയറി പറിച്ചു. അപ്പോ ഞാനും വാരിച്ചേക്കാം. നീ വരണ്ടോ? ജീപ്പിലാ. വാ. അപ്പൊ മാളുവിന് എളുപ്പം കൊണ്ട് കൊടുക്കാം. അയ്യോ, എന്താച്ചു ഇത്? മാങ്ങയെല്ലാം താഴെ പോയി. എന്ത് കഷ്ടപ്പെട്ട് പറിച്ചതാ.
എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? മാളുവിന് കൊടുക്കാനുള്ളതാ. ആ, മാളു എന്നെ കാത്തിരിക്കുകയായിരിക്കും. അച്ചു, ഇവന്മാരൊക്കെ ആരാ? അച്ചു, മാളു, എന്തു പറ്റി അപ്പോട്ടാ? ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. കേട്ടില്ല. ആര്? അച്ചു. ഞാൻ മാളുവിന് മാങ്ങയും കൊണ്ട് വന്നതാ. അപ്പൊ അവൻ വണ്ടി കയറാൻ പറഞ്ഞു. വാര്യത്തേക്കാന്ന് പറഞ്ഞപ്പോ എളുപ്പം എത്താമല്ലോ എന്ന് കരുതിയാ ഞാൻ കയറിയത്. മാങ്ങയെല്ലാം പോയി. അയ്യോ, തലയെല്ലാം മുറിഞ്ഞിരിക്കണല്ലോ. എന്തുണ്ടായേ? ആദ്യം അടിച്ച അവനാ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. എന്താ ഉണ്ടായെന്ന്? ആ മാളു, അവന്റെ പിച്ചാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തല്ലി. മാങ്ങ എല്ലാം അവൻ തട്ടിക്കളഞ്ഞു. ആ, ഒരു മാങ്ങയുണ്ട്. നാളെ ഞാൻ ഒരുപാട് കൊണ്ടുവരാം. ഇല്ല, എന്റെ അപ്പൂട്ടിനെ കൊല്ലാൻ